ആ രീതിയിൽ ആശ്വസിക്കാവുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സി ബ്ലോക്കിലുള്ള രോഗികളെ തൊട്ടടുത്ത ബ്ലോക്കുകളിലേക്ക് മാറ്റുകയാണ്. ഇനി തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അഭിലാഷ് അവിടെയുണ്ട്. അഭിലാഷ്, ചെറിയ പുക മാത്രമേ അവിടെ നിന്ന് ഉള്ളുന്നുള്ളൂ. ആ പ്ലാന്റ് മുഴുവൻ കത്തിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സി ബ്ലോക്കിൽ പുതുതായിട്ട് സ്ഥാപിച്ച AC പ്ലാന്റിലാണോ തീ പിടിച്ചത്? ഇതായി 9ാമത്തെ നിലയിലെ ഭാഗത്താണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. അക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം അവിടെയാണ് ഈ ഷീറ്റൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ AC യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. ഏതായാലും അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന് പറയുന്നു. കാരണം ഇത് സംബന്ധിച്ചുള്ള ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആശുപത്രിയിലെയോ അല്ലെങ്കിൽ രോഗികളൊന്നും ആ ഭാഗത്തുണ്ടായിരുന്നില്ല. നേരത്തെ സിനോ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 നിലകളിൽ മാത്രമാണ് ഇവിടെ ആശുപത്രിയുടെ പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ മുകളിലേക്ക് മറ്റുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇവിടുത്തെ ജീവനക്കാരൊന്നും സാധാരണഗതിയിൽ പോകാത്തൊരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ AC ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമില്ല എന്ന് പറയുന്നു. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം പോലീസിന്റെയും ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവർ താഴോട്ട് വന്നാൽ മാത്രമേ ഇതെങ്ങനെ സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കുറെ കൂടി വ്യക്തതയാർന്ന ഒരു മറുപടി ലഭിക്കുമെന്നാണ് അറിയുന്നത്. ഏതായാലും ഇപ്പോൾ മറ്റൊരു തരത്തിലും ഉള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ് സാർ ഇപ്പോൾ പറയാനുള്ളത്? ഏതായാലും ഈ പോലീസിലും മുകളിലോട്ട് പോയ ആളുകൾക്ക് മാത്രമേ ഇക്കാര്യത്തിൽ അറിയൂ എന്നതാണ്. കാരണം ഏതായാലും ഇപ്പോൾ ഒരു തരത്തിലും ഉള്ള പ്രശ്നങ്ങളും ഇല്ല. മുകളിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. കാരണം അവിടെയുള്ള ജീവനക്കാരൊക്കെ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുകയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശ്വാസകരമായ കാര്യം എന്നുള്ളത് അവിടെ ആർക്കും യാതൊരു തരത്തിലുള്ള അപകടവും സംഭവിച്ചിട്ടില്ല. രോഗികൾക്കടക്കം ഒരു പ്രശ്നവുമില്ല. അവിടെ താഴത്തെ നിലയിലുണ്ടായിരുന്ന രോഗികളെ ആവശ്യഘട്ടത്തിൽ തന്നെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തുള്ള വാർഡുകളിലേക്കൊക്കെ മാറ്റിക്കൊണ്ട് അവരെ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസ് സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അതായത് രോഗികളെ ഇവിടെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആശങ്കയൊഴിക്കുന്നു. അഭിലാഷ്, 9ാമത്തെ നിലയ്ക്ക് മുകളിലാണ് AC-യുടെ പ്ലാന്റിന്റെ ഇൻസ്റ്റലേഷൻ നടക്കുന്നത്. ആ AC പ്ലാന്റ് ഇൻസ്റ്റലേഷൻ നടക്കുന്ന സ്ഥലത്താണ് ഷോർട്ട് സർക്യൂട്ട് മൂലമെന്ന് നമ്മൾ സംശയിക്കുന്നു തീ പടർന്നു പിടിച്ചത്. 9ാമത്തെ നിലയിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് ടെക്നീഷ്യന്മാർ മാത്രമാണ്. 8ാമത്തെ നിലയിലാണ് രോഗികളുള്ളത്. ആ 8ാമത്തെ നിലയിലുള്ളവരെയും സി വാർഡിലുള്ള മുഴുവൻ രോഗികളെയും തൽക്കാലം മറ്റു വാർഡുകളിലേക്ക് മാറ്റുന്നുണ്ട്. പ്രായമായ മനുഷ്യരുണ്ട്, ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവരെയൊക്കെ അവിടെ നിന്ന് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ സഹായത്തോടു കൂടി അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. ഒരു തരത്തിലുള്ള ടെൻഷൻ ഇല്ല. പുക മുകളിലേക്കാണ് പോയത്. പുക ഒന്നും വാർഡിലേക്ക് പോലും വന്നിട്ടില്ല. അതുകൊണ്ട് രോഗികൾക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അധികൃതർ പറഞ്ഞതും അങ്ങനെയാണ്. ഇപ്പോൾ രോഗികളിൽ ആംബുലൻസുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആംബുലൻസുകളുടെ ഒന്നും സേവനം വേണ്ടി വരില്ലായിരിക്കും അല്ലേ അഭിലാഷ്? ആർക്കും പരിക്കോ ബുദ്ധിമുട്ടോ അസ്വസ്ഥതയോ ഒന്നും ഇല്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആർക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. മുകൾ ഭാഗത്ത് പുക ഉയർന്നിരുന്നു, 8ാം വാർഡിലടക്കം പുക ഉയർന്നിരുന്നു. പക്ഷേ അവിടെയും കാര്യമായ പ്രശ്നങ്ങളില്ല. അവിടെയുള്ള രോഗികളടക്കം അടുത്ത വാർഡുകളിലേക്കൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ അവിടെ കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ജീവനക്കാർക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ഇവിടെയുള്ള കുറേ ജീവനക്കാരുണ്ട്. ഇതെപ്പോഴാണ് സംഭവം എന്നാണ്? ഇല്ല, നമ്മൾ പെട്ടെന്ന് കോഡ് റെഡ് അനൗൺസ് ചെയ്തപ്പോഴാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ അപ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് മുകളിൽ? ഇപ്പം സിറ്റുവേഷൻ കൺട്രോൾഡ് ആണ്. പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പേഷ്യൻസ് ഒന്നും അധികം ഇല്ലാത്ത ഏരിയ ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പം ഫയർഫോഴ്സ് ഒക്കെ വന്ന് പെട്ടെന്ന് സെറ്റിൽ ആവുന്നുണ്ട്. കൺട്രോൾ മാറ്റിയിട്ടുണ്ട്. C9-ലായിരുന്നു. 8th റിമൂവ് ചെയ്തിട്ടുണ്ട്. ICU പേഷ്യൻസിനൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതെ, ജീവനക്കാർക്ക് ഒരു പ്രശ്നമില്ല. പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കൺട്രോൾഡ് ആണ്. ഏതായാലും ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഇവരും പറയുന്നത്. കാരണം സി ബ്ലോക്കിലുണ്ടായിരുന്ന C9-ലുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പേടിക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കൂടുതൽ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ കൂടുതൽ ആംബുലൻസ് സംവിധാനങ്ങളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവരെയൊന്നും മറുഭാഗത്തേക്ക് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്കോ മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ട്രീസ എന്ന ഒരു പേഷ്യന്റ് കൂടി, ആശുപത്രിയിൽ സേവനത്തിനെത്തിയ ചികിത്സയ്ക്കെത്തിയ ഒരു രോഗി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ട്രീസ, നമസ്കാരം. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഏത് ബ്ലോക്കിലാണ് ഇപ്പോൾ ട്രീസ ഉള്ളത്? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ 7th ഫ്ലോറിലായിരുന്നു. അമ്മയുടെ സർജറിക്ക് വേണ്ടി വന്നായിരുന്നു. ഈ സി ബ്ലോക്കിൽ തന്നെ ആയിരുന്നോ? അതെ, സി ബ്ലോക്കിലായിരുന്നു. 9th ഫ്ലോറിലായിരുന്നു തീപിടുത്തം ഉണ്ടായത്. കോഡ് റെഡ് വിളിച്ചപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വന്നായിരുന്നു.
ആ. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം ഇവാക്യുവേറ്റ് ചെയ്ത് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഞങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പൊ എല്ലാം നിലവിൽ അവിടെ നിയന്ത്രണവിധേയമായിട്ടുണ്ടെന്നാണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഈ 7th ഇല്ല, ഫ്ലോറിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പുകയൊന്നും വന്നില്ലല്ലോ? 7th ഫ്ലോറിലും പുകയൊന്നും ഇല്ല, വന്നില്ലല്ലോ? 7th ഫ്ലോറിലേക്ക് ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളെല്ലാരെയും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം നിയന്ത്രണ വിധേയമായെന്നാണ് അറിയിക്കാൻ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായി, ടെൻഷന്റെ ആവശ്യമില്ല. ആ സമയത്ത് അനൗൺസ്മെന്റ് മറ്റോ വന്നിരുന്നോ? ആശുപത്രി അധികൃതർ എന്താ അറിയിച്ചത്? വന്നിരുന്നു. തീപിടുത്തമുണ്ട്. കോർട്ടായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പേഷ്യൻസിനെ എല്ലാം ഇവാക്യുവേറ്റ് ചെയ്തു. എല്ലാരും ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഫയർ അലാം ഒക്കെ പ്രവർത്തിച്ചോ ആ സമയത്ത്? പ്രവർത്തിച്ചു. ഓക്കെ, ഇപ്പോൾ എന്തായാലും സുരക്ഷിതമാണ്, താഴെയാണ് അല്ലേ? അല്ല, സുരക്ഷിതമാണ്. അതെ, എല്ലാരെയും താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ട്രീസ, താങ്ക് യു. അപ്പോൾ ട്രീസയാണ് നമുക്ക് ഒപ്പം ചേർന്നത്. സിനോജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിനോജ്, ഇപ്പോൾ നമ്മൾ അവിടെ ചികിത്സ തേടിയെത്തിയ സി ബ്ലോക്കിലെ പേഷ്യന്റുമായി സംസാരിച്ചു. ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവരെയും താഴെ ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് മറ്റു വാർഡുകളിലേക്കും അവരെ മാറ്റുന്നുണ്ട്, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൃത്യമായ സമയത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല 9ാം നിലയിലേക്ക് പോലും തീ പടർന്നിട്ടില്ല. ആ AC പ്ലാന്റിൽ മാത്രമാണ് തീ പടർന്നു പിടിച്ചത്, താഴേക്ക് തീ പടർന്നു പിടിച്ചിട്ടില്ല എന്നതും ആശ്വാസകരമായ കാര്യം. ഈ സിനോജ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്ലാന്റ് പണി നടന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ സാങ്കേതിക വിദഗ്ധരൊക്കെ അവിടെ ഉണ്ട്. അതിനിടയിൽ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഇത്രയും വലിയ തീയായിട്ട് പടർന്നത് അല്ലേ? അതെ, അങ്ങനെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അവിടെ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു, AC യൂണിറ്റിന്റെ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. 9ാം നിലയുടെ മുകളിലുള്ള റൂഫിന്റെ അവിടെയാണ് ഈ സെൻട്രൽ AC യൂണിറ്റിന്റെ കംപ്രസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നത്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആ ഷീറ്റ് വെച്ച് മേഞ്ഞതിന്റെ മുകളിലും ആ ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനകത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഏറ്റവും മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ താഴോട്ട് തീ വന്നിട്ടില്ല. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഒപ്പം തന്നെ ആശുപത്രി ജീവനക്കാരൊക്കെ തന്നെ അകത്ത് കെട്ടിക്കിടക്കുന്ന പുക പുറത്തേക്ക് വിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. തകർ ഷീറ്റൊക്കെ തന്നെ പൊളിച്ച് ആ പുക പുറത്തേക്ക് മുഴുവൻ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീ ഏതായാലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. രോഗികളൊക്കെ തന്നെ 8ാം നിലയിലും 7ാം നിലയിലും 6ാം നിലയിലൊക്കെ തന്നെയുള്ള രോഗികളെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് സർജറി കഴിഞ്ഞ രോഗികളും മറ്റ് അഡ്മിറ്റായ രോഗികളൊക്കെ തന്നെയാണ് ഈ 6, 7, 8 നിലകളിലുള്ളത്. 9ാം നിലകളിൽ രോഗികളെ അങ്ങനെ പാർപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് ഒട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഏതായാലും സംയോജിതമായ ഇടപെടൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സിന്റെ ഒക്കെ തന്നെ ഭാഗത്തുനിന്നുണ്ടായി. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഫയർഫോഴ്സ് കൂടുതൽ യൂണിറ്റ് ബീച്ചിലേക്കാണ് ആദ്യം വിളിയെത്തുന്നത്. ബീച്ചിൽ നിന്നും ഒപ്പം തന്നെ മീൻചന്തയിൽ നിന്നൊക്കെ കൂടുതൽ യൂണിറ്റ് ഇവിടേക്ക് എത്തി രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ തന്നെ ഏകോപിപ്പിച്ചു. ഇനി രോഗികളെ മാറ്റാൻ വേണ്ടി കൂടുതൽ ആംബുലൻസുകൾ, വിവരം അറിഞ്ഞ് സ്വമേധയെ എത്തിയ നിരവധി ആംബുലൻസുകളുണ്ട്. അങ്ങനെ പല ആംബുലൻസുകളും ഇവിടെ എത്തി പുറത്തു നിന്ന്. പക്ഷേ ഒരു രോഗിയെ പോലും ഇവിടെ നിന്ന് മാറ്റേണ്ട സാഹചര്യം വന്നിട്ടില്ല. കാരണം വലിയ ആശുപത്രി സമുച്ചയമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള രോഗികളെ മറ്റ് ബ്ലോക്കുകളിലേക്ക് തന്നെ മാറ്റാൻ സാധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഡിസ്ചാർജ് ആകേണ്ട രോഗികളൊക്കെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെയുള്ള ഒരു ഇവാക്വേഷൻ നടത്താൻ വേണ്ടി സാധിച്ചു. തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടർന്നിട്ടില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും ഈ AC യൂണിറ്റിന്റെ പ്രവർത്തനം നടത്തുന്ന മേഖലയിൽ തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഏറ്റവും മുകളിലാണ് തീപിടുത്തം ഉണ്ടായത്. ഉടനെ തന്നെ ഫയർഫോഴ്സിനൊക്കെ തന്നെ എത്തി തീ പൂർണ്ണമായും വിധേയമാക്കാൻ സാധിച്ചു. പക്ഷേ ആ AC യൂണിറ്റ് ഇരിക്കുന്ന ഭാഗത്ത് പൂർണ്ണമായിട്ടും കത്തി നശിച്ച നിലയിലാണ്. ആ തകർ ഷീറ്റൊക്കെ തന്നെ മുഴുവനായിട്ട് കത്തിയ നിലയിൽ കാണുന്നുണ്ട്. AC യൂണിറ്റ് പൂർണ്ണമായി കത്തി എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അവിടെ ഉള്ള വലിയ രീതിയിലുള്ള പുകയുണ്ടായിരുന്നു. ഇപ്പോൾ പുക കുറഞ്ഞിട്ടുണ്ട്. ആ കെട്ടിടത്തിനകത്ത് ഇപ്പോഴും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വെള്ളം ചീറ്റി അവശേഷിക്കുന്ന തീ കൂടെ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. ആശുപത്രി കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അത് പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിച്ചു. അതുകൊണ്ട്